ഇന്ത്യയുടെ ഹൈടെക് വ്യവസായ ഹബ്ബായി മാറാൻ തമിഴ്നാട് നിലവിൽ 68,817 കോടിയുടെ നിക്ഷേപ പ്രവാഹമാണ് സംസ്ഥാനത്തെ തേടിയെത്തിയിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. നിർമ്മാണം, കൃത്രിമ ബുദ്ധി, സെമി കണ്ടക്ടർ, എയ്റോസ്പേസ് തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളുടെ കേന്ദ്രമായി തമിഴ്നാട് അതിവേഗം വളരുകയാണ്. 2026 മാത്രം 68,817 കോടി രൂപയുടെ പുതിയ നിക്ഷേപങ്ങളാണ് സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. ഇതോടെ രാജ്യത്തെ ഏറ്റവും സജീവമായ വ്യവസായ കേന്ദ്രങ്ങളിലൊന്നായി തമിഴ്നാട് വീണ്ടും ശ്രദ്ധ നേടുന്നു. ലാർസൻ ആൻഡ് ട്രൂബോ, സർവം AI, ജപ്പാനിലെ മൈൻബി മിറ്റ്സുമി, എക്യൂസ് ഗ്രൂപ്പ് എന്നിവയുടെ വൻ പദ്ധതികളും ഒപ്പം സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച 15 വ്യവസായ പദ്ധതികളും ചേർന്നാണ് ഈ നിക്ഷേപ മുന്നേറ്റം. ഈ വർഷത്തെ ഏറ്റവും വലിയ നിക്ഷേപ പ്രഖ്യാപനം നടത്തിയത് ലാർസൻ ആൻഡ് ട്രൂബോ എന്ന L&T കമ്പനിയാണ്. 18,600 കോടി രൂപയുടെ പദ്ധതികളിൽ കാഞ്ചീപുരത്ത് 15,000 കോടി രൂപ ചെലവിൽ ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ, വൻതോതിലുള്ള ഡാറ്റാ സംഭരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടൊപ്പം കോയമ്പത്തൂരിൽ 2,500 കോടി രൂപ ചെലവിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ പ്ലാന്റും കാട്ടുപള്ളിയിലെ കപ്പൽശാല വികസനത്തിനായി 1,100 കോടി രൂപയും ചെലവിടും. ഈ 3 പദ്ധതികളിലൂടെ മാത്രം 8,000-ലധികം തൊഴിലവസരങ്ങൾ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കൃത്രിമ ബുദ്ധി മേഖലയിലും തമിഴ്നാട് വലിയ ചുവടുവയ്പ്പാണ് നടത്തുന്നത്. സർവം AIയുമായി ചേർന്ന് ചെന്നൈയിൽ 10,000 കോടി രൂപ ചെലവിൽ ഇന്ത്യയിലെ ആദ്യ സോവറിൻ AI പാർക്ക് സ്ഥാപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ, സുരക്ഷിത ഡാറ്റാ സെന്ററുകൾ, വലിയ AI മോഡലുകൾ വികസിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ പാർക്ക് രാജ്യത്തെ AI ഗവേഷണ വികസന രംഗത്ത് നിർണായക കേന്ദ്രമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം ഉയർന്ന വൈദഗ്ധ്യമുള്ള 1000 തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ആഗോളതലത്തിൽ സെമി കണ്ടക്ടർ വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്ന സാഹചര്യത്തിൽ ജപ്പാനിലെ മൈൻബി മിറ്റ്സുമി തമിഴ്നാട്ടിൽ 1,980 കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവള്ളൂരിൽ സ്ഥാപിക്കുന്ന പുതിയ പ്ലാന്റിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പവർ ഇലക്ട്രോണിക്സ്, സെൻസറുകൾ, വ്യാവസായിക ഓട്ടോമേഷൻ ഘടകങ്ങൾ തുടങ്ങിയവയാണ് കമ്പനി നിർമ്മിക്കുക. 1,400-ലധികം തൊഴിലവസരങ്ങൾ ഈ പദ്ധതിയിലൂടെ സംജാതമാകും. എയ്റോസ്പേസ്, പ്രതിരോധ നിർമ്മാണ മേഖലകളിലും തമിഴ്നാട് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. എക്യൂസ് ഗ്രൂപ്പ് 4,000 കോടി രൂപ ചെലവിൽ ഹൊസൂർ മേഖലയിലെ ഷൂളഗിരിയിൽ പ്രത്യേക എയ്റോസ്പേസ് ക്ലസ്റ്റർ സ്ഥാപിക്കാനൊരുങ്ങുകയാണ്. വിമാന എഞ്ചിൻ ഘടകങ്ങൾ, ഗിയർ ബോക്സ് സംവിധാനങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏകദേശം 7,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പദ്ധതി ആഗോള എയ്റോസ്പേസ് വിതരണ ശൃംഖലയിൽ തമിഴ്നാടിന്റെ പങ്ക് വർദ്ധിപ്പിക്കാൻ പോന്നതാണ്. ഇതുകൂടാതെ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഘടക നിർമ്മാണം, വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലായി 15 പുതിയ പദ്ധതികൾക്കും തമിഴ്നാട് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. 34,237 കോടി രൂപയുടെ ഈ നിക്ഷേപ പാക്കേജ് മാത്രം 55,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മുൻകാലങ്ങളിൽ വാഹന നിർമ്മാണത്തിന്റെയും തുണിത്തര വ്യവസായത്തിന്റെയും കേന്ദ്രമായിരുന്ന തമിഴ്നാടിന് AI, സെമി കണ്ടക്ടർ, ഡാറ്റാ സെന്റർ, എയ്റോസ്പേസ് തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള മേഖലകളിലേക്ക് അതിവേഗം മാറുകയാണ്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനും സാങ്കേതിക ഗവേഷണത്തിനും സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് ഈ മാറ്റത്തിനു പിന്നിൽ. ഈ നിക്ഷേപ പദ്ധതികൾ മുഴുവൻ യാഥാർത്ഥ്യമായാൽ 60,000-ലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടും. ചെന്നൈ കാഞ്ചീപുരം ഡിജിറ്റൽ ഇടനാഴി, ഹൊസൂർ എയ്റോസ്പേസ് ക്ലസ്റ്റർ, തിരുവള്ളൂർ വ്യവസായ മേഖല, കോയമ്പത്തൂർ ഇലക്ട്രോണിക്സ് ഹബ്ബ് എന്നിവ ഇന്ത്യയുടെ ഭാവി വ്യവസായ ഭൂപടത്തിൽ നിർണായക സ്ഥാനങ്ങൾ നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉയർന്ന സാങ്കേതിക വിദ്യാധിഷ്ഠിത വ്യവസായങ്ങളുടെ കേന്ദ്രമായി മാറാനുള്ള തമിഴ്നാടിന്റെ ശ്രമങ്ങൾക്ക് പുതിയ നിക്ഷേപങ്ങൾ വലിയ കരുത്താകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ അടുത്ത വ്യവസായ വളർച്ചയുടെ പ്രധാന ചാലകശക്തികളിലൊന്നായി തമിഴ്നാട് മാറുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരും വർഷങ്ങളിൽ വ്യക്തമാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.